ആം ആദ്മി പാർട്ടിയിലെ 7 എംപിമാർ ബി.ജെ.പി ലയിച്ച നടപടി രാജ്യസഭാ അധ്യക്ഷൻ സി.പി. രാധാകൃഷ്ണൻ അംഗീകരിച്ചിരിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ PTI ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഇതോടെ രാജ്യസഭയിൽ ബി.ജെ.പിയുടെ അംഗബലം 113 ഉയർന്നു. ആം ആദ്മി പാർട്ടിയുടെ അംഗസംഖ്യ 10 നിന്ന് 3 കുറയുകയും ചെയ്തു. ഏപ്രിൽ 24-നാണ് ആം ആദ്മി പാർട്ടിക്ക് കനത്ത ആഘാതം നൽകിക്കൊണ്ട് 7 മുതിർന്ന നേതാക്കൾ പാർട്ടി വിട്ട് ബി.ജെ.പിയിൽ ചേർന്നത്. രാഘവ് ചദ്ദ, അശോക് മിത്തൽ, സന്ദീപ് പഥക്, ഹർഭജൻ സിംഗ്, രാജേന്ദ്ര ഗുപ്ത, വിക്രം സാഹ്നി, സ്വാതി മലിവാൾ എന്നിവരാണ് ബി.ജെ.പി ലയിച്ചത്. അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി അതിന്റെ തത്വങ്ങളിൽ നിന്നും മൂല്യങ്ങളിൽ നിന്നും വ്യതിചലിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു ഇവരുടെ കൂടുമാറ്റം. പാർട്ടി വിട്ട 7 പേരിൽ 6 പേരും പഞ്ചാബിൽ നിന്നുള്ള രാജ്യസഭാ എംപിമാരായിരുന്നു എന്നത് ശ്രദ്ധേയമാണ്. എംപിമാരുടെ ലയനം നിയമവിരുദ്ധമാണെന്ന് ആരോപിച്ച് ആം ആദ്മി പാർട്ടി രംഗത്തെത്തിയിട്ടുണ്ട്. ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂൾ പ്രകാരം എംപിമാരെ അയോഗ്യരാക്കണമെന്ന് ആവശ്യപ്പെട്ട് പാർട്ടി പരാതി നൽകിയിട്ടുണ്ടെന്ന് AAP നേതാവ് സഞ്ജയ് സിംഗ് ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ, മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ തുടങ്ങിയവർ ഭരണഘടനാ വിദഗ്ധരുമായി പാർട്ടി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും നിയമപ്രകാരം ഇവർ അയോഗ്യരാക്കപ്പെടാൻ ബാധ്യസ്ഥരാണെന്നും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ രാജ്യസഭാ അധ്യക്ഷൻ ലയനം അംഗീകരിച്ചതോടെ നിയമസഭാ പോരാട്ടം പുതിയ തലത്തിലേക്ക് നീങ്ങാനാണ് സാധ്യത. ആം ആദ്മി പാർട്ടിയുടെ കുറ്റകൃത്യങ്ങളിൽ ഇനി പങ്കാളിയാകാൻ വയ്യ എന്ന രാഘവ് ചദ്ദയുടെ തുറന്നു പറച്ചിൽ കെജ്രിവാൾ ഗ്യാങ്ങിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. കഴിഞ്ഞ 15 വർഷത്തെ പൊതുപ്രവർത്തനം പാഴാക്കാതെ രാജ്യത്തിന്റെ പുരോഗതിക്കായി പോസിറ്റീവ് രാഷ്ട്രീയം പയറ്റാൻ ബി.ജെ.പി മാത്രമാണ് ഏക പോംവഴിയെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ എംപിമാർ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായത്. ഭരണഘടനയുടെ 10-ാം ഷെഡ്യൂളിലെ വ്യവസ്ഥകൾ പ്രകാരം 3-ൽ 2 ഭൂരിപക്ഷത്തോടെയുള്ള ഈ ലയനം AAPയുടെ രാഷ്ട്രീയ അസ്തിത്വത്തെ തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്.